കോഴിക്കോട് കൊയിലാണ്ടി പുറംകടലിൽ ഇറാനിയൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്തു. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിൽ ഉള്ളത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നത്? ഈ ബോട്ടിലുള്ള മത്സ്യത്തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ കോസ്റ്റ് ഗാർഡിന് എങ്ങനെയാണ്? ഇന്ന് വൈകിട്ടാണ് കൊയിലാണ്ടിയിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഇറാൻ ബോട്ട് കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുക്കുന്നത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ബോട്ട് കസ്റ്റഡിയിലെടുത്ത ശേഷം ഇതിലുള്ള തൊഴിലാളികളെ ചോദ്യം ചെയ്യുകയായിരുന്നു. അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. കന്യാകുമാരി സ്വദേശികളായ 6 പേരാണ് ഈ ബോട്ടിലുള്ളത്. ഇവർ കഴിഞ്ഞ കുറേ കാലമായി ഇറാനിൽ മത്സ്യബന്ധന ജോലി ചെയ്ത് വരികയായിരുന്നു. പക്ഷേ ഇവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ അവിടെ കിട്ടിയ ഈ ബോട്ടുമായി അവിടെ നിന്നും കടൽ മാർഗം രക്ഷപ്പെടുന്നത്. അങ്ങനെയാണ് കൊയിലാണ്ടിയിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സ്ഥലത്ത് എത്തുന്നത്. എന്താണെങ്കിലും ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഒന്നെങ്കിൽ ബേപ്പൂരിലോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ ഇവരെ എത്തിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പ് ഇതുവരെയും നേവി പുറത്തിറക്കിയിട്ടില്ല. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ. എന്തായാലും അതിലായിരിക്കും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടാകുക. മറ്റ് നിയമപ്രശ്നങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിലെന്തായാലും വ്യക്തത വരുത്തേണ്ടത് നേവി തന്നെയാണ്. ടി കെ ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.